ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യ ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ദേ ഹാവ് ഡെലിവേർഡ് എ കൗണ്ടർ ടെററിസം പോളിസി. അല്ലെ, ഇന്ത്യയുടെ ആദ്യത്തെ ആന്റി ടെററിസം പോളിസി എന്ത് ചെയ്തിരിക്കുകയാണ്, പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അല്ലെ, സോ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ടെററിസത്തിനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടെററിസം പോളിസി, ഒരു ആന്റി ടെററിസം പോളിസി ഉണ്ടായിരുന്നു ഇല്ല. നമുക്കറിയാവുന്ന പോലെ 2008 നമുക്ക് ഒരുപാട് തവണ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്സ് ഉണ്ടായപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള ഇന്റലിജൻസ് ഫെയിലിയേഴ്സ് ഉള്ളപ്പോഴും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ഇന്ത്യക്ക് കോമൺ ആയിട്ടൊരു ടെററിസം പോളിസി ഇല്ലാത്തതിന്റെ കാര്യം. കാരണം നമുക്ക് ഇന്ത്യക്ക് അറിയാം, ഇന്ത്യക്ക് ഒരുപാട് സെക്യൂരിറ്റി ഏജൻസീസ് ഉണ്ട്, ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ദേ ഹാവ് ദെയർ ഓൺ പോളിസീസ്. ഓരോ ഏജൻസിനും അവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള SOPസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടല്ലേ. സോ ഒരു യൂണിഫൈഡ് പോളിസി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരുന്നു, എസ്പെഷ്യലി ആഫ്റ്റർ ദ 2008 നമ്മുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം അങ്ങനെ വലിയ രീതിയിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും വന്നിരുന്നു. നമുക്കറിയാം ആ ഒരു അറ്റാക്കിന് ശേഷമാണ് NIA എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. അല്ലെ, യൂണിഫൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് NIA എന്ത് ചെയ്യുന്നു, അതിനുശേഷം എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്കറിയാം അതിന് ശേഷം നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് കോർഡിനേഷൻ. അല്ലെ, നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി ഏജൻസീസ് ഉണ്ടെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആന്റി ടെററിസം പോളിസി ഇല്ലാത്തതുകൊണ്ട് ദർ ഇസ് ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പോളിസീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഒരു ടൈമിൽ കിട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബട്ട് സ്റ്റിൽ അതൊരു വലിയ രീതിയിൽ നമ്മുടെ റിയാക്ഷൻ്റെ ഉള്ള ടൈമിലുള്ള ഉണ്ടായ മിസ്റ്റേക്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ റിയാക്ഷൻ്റെ കുറഞ്ഞു പോയതൊക്കെയാണെന്ന് പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. അല്ലേ, സോ സ്റ്റിൽ നമുക്കൊരു കോമൺ പോളിസി ഉണ്ടാകുക എന്നുള്ള ആ ഒരു ടൈം പോലെ എന്താണ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന്റെ ഭാഗമായിട്ട് ഇത്രയും നാളുകൾക്ക് ശേഷം ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു ആന്റി ടെററിസം പോളിസി എന്ത് ചെയ്തിരിക്കുകയാണ്, വന്നിരിക്കുകയാണ്. അല്ലെ, സോ ഇതൊരു പുതിയ നിയമമോ കാര്യങ്ങളൊന്നും അല്ല, ഇറ്റ് ഈസ് എ ന്യൂ ഡോക്യുമെന്റ്, ഇറ്റ്സ് എ ന്യൂ റിട്ടൺ ഡോക്യുമെന്റ് പബ്ലിഷ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇന്ത്യയുടെ പുതിയ ഒരു പോളിസിയാണ്. അല്ലെ, ഒരു പുതിയ ആന്റി ടെററിസം പോളിസിയാണ്. സോ വാട്ട് ഈസ് പ്രഹാർ? പ്രഹാർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് നാഷണൽ കൗണ്ടർ ടെററിസം പോളിസി. ഇന്ത്യയുടെ ആദ്യത്തെ കോംപ്രിഹെൻസീവ് നാഷണൽ കൗണ്ടർ ടെററിസം പോളിസിയാണ് എന്ന് പറയുന്നത് പ്രഹാർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിലീസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ്. സോ മിനിസ്ട്രി ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്ത് ഓൺ 23rd February of 2026. 2026 ഫെബ്രുവരി 23-നാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അല്ലെ, സോ നമുക്കറിയാം ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയുടെ ടെററിസിനെ കഴിഞ്ഞിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് സീറോ ടോളറൻസ് എന്നുള്ള പോളിസിയാണ്. അല്ലെ, സീറോ ടോളറൻസ് അഗൈൻസ്റ്റ് ടെററിസം എന്നുള്ളതാണ് ഇന്ത്യയുടെ ടെററിസത്തിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള പോളിസി എന്ന് പറയുന്നത്. ഒരു രീതിയിലുള്ള സഹിഷ്ണുത കാണിക്കാതിരിക്കുക ടെററിസത്തിനെതിരായിട്ട്. അത് ഇന്ത്യ നമ്മുടെ സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമല്ല, ഗ്ലോബൽ ടെററിസത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, സീറോ ടോളറൻസ് എന്നുള്ളതാണ് ഇന്ത്യയുടെ ടെററിസത്തിന് അഗൈൻസ്റ്റ് ഉള്ള പോളിസി എന്ന് പറയുന്നത്. സോ ആ ഒരു പോളിസി ബേസ് ചെയ്ത് തന്നെയാണ് എന്ത് നിലവിൽ വന്നിരിക്കുന്നത്, പ്രഹാർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു നാഷണൽ കൗണ്ടർ ടെററിസം പോളിസി നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്തേക്കാം, ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സീറോ ടോളറൻസ് അഗൈൻസ്റ്റ് ടെററിസം എന്നുള്ളൊരു പോളിസി തന്നെയാണ് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾഡ് പോളിസി എന്ന് പറയുന്നത്. അല്ലേ, സോ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ പ്രഹാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ത്രെറ്റ് ഫ്രെയിംവർക്ക് വലിയ ചേഞ്ചസ്. പണ്ടത്തെ കൂട്ട് സ്ലീപ്പർ സെൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചാവേറുകളുടെയോ ബോംബുമായിട്ട് വരുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇല്ലീഗൽ എൻട്രി ഒന്നും അല്ല ഇന്ത്യ ഫേസ് ചെയ്യുന്ന ടെററിസം എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി അത് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ത്രെറ്റ് ഫ്രെയിംവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലേ, അത് പുതിയ രീതിയിലുള്ള ത്രെറ്റ്സും നാഷണൽ ത്രെറ്റ്സും എല്ലാം ഇന്ത്യ നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഈ ത്രെറ്റ് ഫ്രെയിംവർക്കിൽ ഇത്രയും വലിയ ചേഞ്ചസ് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. സോ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ പറഞ്ഞ ത്രെറ്റ്സും അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഫേസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്കറിയാം ക്രോസ് ബോർഡർ ടെററിസം വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നതാണ്, നിലവിലും വളരെ കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അല്ലെ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ടെററിസം നമ്മൾ വലിയ രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സ്, നമ്മൾ പറഞ്ഞാൽ അൽഖയ്ദയൊക്കെ പോലുള്ള ഗ്ലോബൽ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ നിലവിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഞാൻ പറയാം ഇന്ത്യയുടെ എൻ്റെ ത്രെറ്റ് ഫ്രെയിംവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള ത്രെറ്റ്സ് ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ഫസ്റ്റ് വൺ നമുക്കറിയാം ടെക് എനേബിൾഡ് ത്രെറ്റ്സ്. അല്ലേ, ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള ത്രെറ്റ്സ് വലിയ രീതിയിൽ നമുക്കറിയാം AI ആൻഡ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ത്രെറ്റ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അല്ലേ, അത് ഈ പല ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഈ പറയുന്ന പോലെ അവരുടെ ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊപ്പഗണ്ട ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, AI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ AI ആൻഡ് ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ റീസെന്റ് നടന്ന അറ്റാക്കുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺമാൻഡ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കണ്ടു കാണും. അല്ലെ, ഇന്ത്യയും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പലപ്പോഴും ഈ ആളുകൾ വന്നിട്ട് ബോംബിട്ടിട്ട് പോകാന്നുള്ളതല്ല, AI എനേബിൾഡ് ഒക്കെ നമുക്കറിയാം ഒരുപാട് ഡ്രോൺ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് വരികയാണല്ലേ. അപ്പോൾ ഈ അൺമാൻഡ് സിസ്റ്റംസ് ഒക്കെ വഴി വരുന്ന ഒരുപാട് ത്രെറ്റ്സും കാര്യങ്ങളും നിലവിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ടെക് എനേബിൾഡ് ത്രെറ്റ്സ് വലിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, ആൻഡ് റീസെന്റ് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്, ഇപ്പോൾ പല ഏജൻസികളാണെന്നുണ്ടെങ്കിൽ പോലും ഈ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പോലെ ഫണ്ട് ട്രാൻസ്ഫറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ക്രിപ്റ്റോ ആയിട്ടാണ്, ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ്. അല്ലേ, ക്രിപ്റ്റോ കറൻസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്.
സോ അങ്ങനെ ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള ത്രെറ്റ്സ് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ അതിന് അഗേൻസ്റ്റ് ഒരു കോമൺ ഫ്രെയിംവർക്ക് വരിക എന്നുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അല്ലെ. സോ ടെക് എനേബിൾഡ് ത്രെറ്റ്സ് അതായത് ടെക്നോളജി എനേബിൾഡ് ത്രെറ്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി നമുക്കറിയാം സൈബർ ത്രെറ്റ്സ് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഫ്രെയിംവർക്കിൽ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ഫിഷിംഗ് അടക്കമുള്ള ഒരുപാട് സൈബർ ടെററിസം മെത്തേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ക്രാക്ക് ചെയ്യാനും ഇന്ത്യയുടെ പവർ ഗ്രിഡിനെ ബ്രേക്ക് ചെയ്യാനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് പണ്ടുപോലെയുള്ളതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കറന്റ്ലി നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് വൾനറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് അതായത് ചെറിയ രീതിയിൽ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത്, എസ്പെഷ്യലി കുട്ടികൾ അതുപോലെ യൂത്തിന്റെ ഒക്കെ ഇടയിൽ ഈ ഡിസ്റ്റിങ്ക്വിഷ് ഐഡിയോളജി ഉള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോമൺ ഐഡിയോളജി ഡീവിയേറ്റ് പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ ത്രൂ അല്ലെങ്കിൽ മെസ്സേജിങ് ആപ്സ് വഴിയൊക്കെ എന്ത് ചെയ്യുക, റാഡിക്കൽ ആയിട്ടുള്ള മെസ്സേജ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ അവരെ കൂടുതലായിട്ട് ഇവരുടെ ഈ ഒരു ഐഡിയോളജിയിലേക്ക് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യുക. സോ അങ്ങനത്തെ ഒരു രീതിയിൽ ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ നടന്നു വരുന്നുണ്ട്. സോ ഈ സൈബർ ത്രെറ്റ്സും ഡിജിറ്റൽ റാഡിക്കലൈസേഷനും എല്ലാം എന്താണ് നിലവിൽ ഫേസ് ചെയ്യുന്ന വലിയ ത്രെറ്റ്സ് ആണ് അല്ലെ. ആൻഡ് ദ കൺവേർജൻസ് വിത്ത് ഓർഗനൈസ്ഡ് ക്രൈം. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തായാലും ദുരന്തർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. റീസെന്റ് ദുരന്തർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ ആം സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടും ഫണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടും ഈ ക്രൈം സിൻഡിക്കേറ്റും അതുപോലെ ടെററിസവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു സിൻഡിക്കേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ദേർസ് എ ക്രൈം ടെററിസം സിൻഡിക്കേറ്റ്. ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സോ അതും ഈ പറഞ്ഞ റീസെന്റ് സെക്യൂരിറ്റി ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. യെസ്, അത് ഇപ്പൊ വന്നേന്നല്ല, പണ്ട് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള കോൺസ്പിറസീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഫണ്ടിങ്ങും ആൻഡ് സപ്ലൈ എല്ലാം നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള ഇൻസിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ടല്ലോ. ഈവൻ റിഗാർഡിംഗ് ദ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്, അതുമായിട്ട് നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ ക്രൈം ഗ്രൂപ്പ്സിന്റെ എല്ലാം പേര് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വന്നിരുന്നില്ല. ഇപ്പൊ തന്നെ ലോറൻസ് ബിഷ്ണോയുടെ കേസ് നമ്മൾ കണ്ടിട്ടില്ലേ. ലോറൻസ് ബിഷ്ണോയി അതിനെ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു, ഇന്ത്യയിൽ ബാൻ ചെയ്തു. അതല്ല ഒരു ക്രൈം സിൻഡിക്കേറ്റ് ആണ്, ബട്ട് ദേ ആർ ക്ലോസ്ലി ലിങ്ക് വിത്ത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആണ് ഇവിടെ വരുന്നുണ്ട്. സോ കൺവേർജൻസ് വിത്ത് ഓർഗനൈസ്ഡ് ക്രൈം ഇന്ത്യ നിലവിൽ ഫേസ് ചെയ്യുന്ന ഒരു ത്രെറ്റ് ആണ്. ആൻഡ് CBRNED കൺസേൺസ് അല്ലെ, കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ, എക്സ്പ്ലോസീവ് ആൻഡ് ഡിജിറ്റൽ എന്നുള്ളതാണ് CBRNED കൺസേൺസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം റീസെന്റ് പറയുന്നത് ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രെറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ഇതിനെല്ലാം അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു കോമൺ ഫ്രെയിംവർക്ക് ആണ് എന്തെന്ന് പറയുന്നത്, പ്രഹാർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കംപ്രൈസ്. പ്രഹാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോമൺലി ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ അറിയാവുന്ന പോലെ എന്താണ്, പ്രഹാർ ജസ്റ്റ് മീൻസ് അറ്റാക്ക് എന്നുള്ളതാണ് അല്ലെ. പ്രഹാർ എന്ന് പറയുമ്പോൾ നമുക്ക് സിംപ്ലി നമുക്കറിയാം അറ്റാക്ക് എന്നുള്ള മീനിങ് ആണ്. പക്ഷേ ഈ പ്രഹാർ എന്നുള്ളത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ആക്രോണിം ഓഫ് ദ 7 pillars ഓഫ് ദിസ് പോളിസി. ഈ പോളിസിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 7 pillars, അതിന്റെ ആക്രോണിം ആണ് എന്തെന്ന് പറയുന്നത്, പ്രഹാർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രഹാർ എന്ന് പറയുമ്പോൾ PRAHAR. P ഫോർ പ്രിവെൻഷൻ എന്നുള്ളതാണ് അല്ലെ, പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് അറ്റാക്സ്. R എന്ന് പറയുമ്പോൾ റെസ്പോൺസസ് ആണ്. ആൻഡ് A ഫോർ അഗ്രഗേറ്റിംഗ് ഇന്റേണൽ കപ്പാസിറ്റീസ്. H ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ആൻഡ് A ഫോർ അറ്റൻഡേറ്റിംഗ് ദ കണ്ടീഷൻസ് എനേബിളിംഗ് ടെററിസം. ആൻഡ് A ഫോർ അലൈനിങ് ആൻഡ് ഷേപ്പിംഗ് ഇന്റർനാഷണൽ എഫേർട്സ്. ആൻഡ് R എന്താണ്, റിക്കവറി ആൻഡ് റിസൈലൻസ് എന്നുള്ളതാണ്. ദീസ് ആർ ദ 7 pillars ഓഫ് പ്രഹാർ. ഇതിന്റെ ആക്രോണിം ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രഹാർ എന്ന് പറയുന്നത്. സോ ഓരോ പില്ലേഴ്സും എന്താണ് മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെ. 1 by 1 നമുക്ക് നോക്കാം. സോ P ഫോർ പ്രിവെൻഷൻ അല്ലെ. പ്രിവെൻഷൻ മീൻസ് എന്താണ്, പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് അറ്റാക്സ്. അതായത് ഈ പറയുന്ന പോലെ നമ്മുടെ എന്ത് ചെയ്യുക, പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇന്റലിജൻസ് ആക്ടിവിറ്റീസ്, അത്രേ ഉള്ളൂ. ഇന്റലിജൻസ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, സ്ട്രോങ് ആക്കുക. എന്നുള്ളതാണ് പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് പ്രൈമറിലി ആരുടെ ഡ്യൂട്ടി തന്നെ ആയിരിക്കും, നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ അല്ലെ. ഇന്റലിജൻസ് ബ്യൂറോയുടെ തന്നെ ഡ്യൂട്ടി ആയിരിക്കും ഇതെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഗൈഡൻസിൽ വരുന്ന മൾട്ടി ഏജൻസി സെന്റർ, അതുപോലെ തന്നെ ജോയിന്റ് ടാസ്ക് ഫോഴ്സ് ഓൺ ഇന്റലിജൻസ് അല്ലെ. ഇത് രണ്ടും ആറ് ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത്, രണ്ടും IBയുടെ തന്നെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. സോ ഇതിന്റെ ബേസിസിൽ ഈ പറയുന്ന പോലെ മാക്സിമം എന്ത് ചെയ്യുക, ഇന്റലിജൻസ് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുക. അതേ കൗണ്ടർ ടെററിസം ആക്ടിവിറ്റീസും കൗണ്ടർ ഇന്റലിജൻസ് ആക്ടിവിറ്റീസും എല്ലാം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു നോഡൽ ഏജൻസി കോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ. നമുക്കറിയാം IB എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മൾട്ടിപ്പിൾ റോ ഒക്കെ ഉണ്ട്, വേറെ ഇന്റലിജൻസ് ആക്ടിവിറ്റീസ് പല രീതിയിൽ നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ IBയുടെ അണ്ടറിൽ, നമ്മുടെ പ്രൈമറി ഇന്റലിജൻസ് ഏജൻസി ആയ IBയുടെ അണ്ടറിൽ എന്ത് ചെയ്യണം, ഇതിന്റെ എല്ലാം ഒരു നോഡൽ ആക്ടിവിറ്റി, ഒരു നോഡൽ ഏജൻസി ആയിട്ട് എന്ത് ആക്ട് ചെയ്യും, ഈ പറയുന്ന പോലെ മൾട്ടി ഏജൻസി സെന്ററും അതുപോലെ ജോയിന്റ് ടാസ്ക് ഫോഴ്സും എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇന്റലിജൻസ് ആക്ടിവിറ്റീസിന് എന്ത് വരും, ഒരു കോമൺ ഫ്രെയിംവർക്ക് വരും അല്ലെ, പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു വർക്ക് വരും. സോ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൗണ്ടർ ഇന്റലിജൻസ് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, അത് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് ഇന്റലിജൻസ് കളക്ട് ചെയ്യുക, അത് കൃത്യമായിട്ട് പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് കൊടുക്കുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുക അല്ലെ. നമുക്ക് തടയാൻ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലെ. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പല കേസത്തിൽ നമുക്ക് വരുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, ഒരു പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ.
സോ ഈ ഒരു കേസിൽ നമുക്കറിയാം നമ്മുടെ പ്രൈമറി റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന ആര് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന ആര് തന്നെയായിരിക്കും, ലോക്കൽ പോലീസ് തന്നെയായിരിക്കും അല്ലെ, ലോക്കൽ പോലീസ് തന്നെയായിരിക്കും. സോ ലോക്കൽ പോലീസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ആന്റി ടെറർ ഫോഴ്സസും, അതുപോലെ NSG എന്ന് പറയുമ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ നോഡൽ കൗണ്ടർ ടെറർ ഫോഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്, NSG എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ NIAയും സ്റ്റേറ്റ് ഏജൻസീസും എല്ലാം എന്ത് ചെയ്യും, ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻസ് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. സോ റെസ്പോൺസിന്റെ കേസിൽ എന്തായിരിക്കണം, എപ്പോഴും ഈ പറയുന്നതിൽ അവൈലബിലിറ്റി ഉണ്ടാകണം, ആൻഡ് അത് മാക്സിമം പേസിൽ എന്ത് ചെയ്യാൻ വേണം, അത് കണ്ടക്ട് ചെയ്യുകയും വേണം. അതാണ് റെസ്പോൺസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് അല്ലെ. R സ്റ്റാൻഡ്സ് ഫോർ റെസ്പോൺസ് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് അഗ്രിഗേറ്റിംഗ് കപ്പാസിറ്റീസ്. നമുക്കറിയാലോ എന്ത് ചെയ്യുക, നമ്മുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, നമ്മുടെ ഈ പറഞ്ഞ ഡിഫൻസ് കപ്പാസിറ്റി എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക, വിച്ച് മീൻസ് മോഡേണൈസേഷൻ ഓഫ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് യൂണിഫോഴ്സ് ആൻഡ് ആന്റി ടെററിസം സ്ട്രക്ചേഴ്സ് അക്കോസ് സ്റ്റേറ്റ് സപ്പോർട്ടഡ് ബൈ സ്പെഷ്യലൈസ് ട്രെയിനിങ് ഫ്രം ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. BPRD എന്നുള്ള എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ നമുക്ക് എന്ത് വേണം, ട്രെയിനിങ്, സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് എന്ത് വേണം, നമ്മുടെ പ്രൊട്ടക്ഷൻ ഏജൻസീസിലുള്ള കേഡേഴ്സിന് ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ എന്ത് വേണം, നമ്മുടെ അമ്യൂൺസ്, നമ്മുടെ വെപ്പൺ സിസ്റ്റം എല്ലാം എന്ത് ചെയ്യുക, കുറച്ചും കൂടെ എനേബിൾ ചെയ്യുക, അതിനെ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക അല്ലെ. നമ്മുടെ മൊത്തത്തിലുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിനെ എന്ത് ചെയ്യുക, മോഡേണൈസ് ചെയ്യുക, വിച്ച് മീൻസ് നമ്മുടെ കപ്പാസിറ്റി എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഇതാണ് അഗ്രിഗേറ്റിംഗ് കപ്പാസിറ്റീസ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൊത്തമുള്ള ഡിഫൻസ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യുക, അതിന്റെ കപ്പാസിറ്റി എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. അതിന്റെ ഭാഗമായിട്ട് യൂണിഫോം നമ്മുടെ എന്ത് ചെയ്യും, ആന്റി ടെറർ സ്ട്രക്ചേഴ്സിന്റെ എൻഹാൻസ്മെന്റ് ഉണ്ടാവും, ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിനെ കൂടുതൽ മോഡേണൈസ് ചെയ്യും, വിച്ച് മീൻസ് വെപ്പൺസ് ആംസിന്റെ കാര്യത്തിൽ എല്ലാവരും ഡെവലപ്മെന്റ് ഉണ്ടാകും അല്ലേ. അതുപോലെ തന്നെ BPRD എന്നുള്ള എന്തുണ്ടാവും, സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് നമ്മുടെ കേഡേഴ്സിന് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് നമുക്ക് എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ലോ ബേസ്ഡ് പ്രോസസ് അല്ലേ. സോ ഏതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയുടെ കേസിലും അവിടെ അക്യൂസ്ഡ് ആയിക്കോട്ടെ വിക്ടിംസ് ആയിക്കോട്ടെ, അക്യൂസ്ഡ് ആണെങ്കിലും വിക്ടിംസ് ആണെങ്കിലും എന്ത് ചെയ്യണം, അവിടെ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സിനെ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അതായത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന നമ്മൾ കൺസെപ്റ്റ് ഇല്ലേ, നമ്മൾ പറയുന്ന റൂൾ ഓഫ് ലോ എന്നുള്ള കൺസെപ്റ്റ് ഇല്ലേ, ആ ഒരു കൺസെപ്റ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. either be the accused or the victim, ആരാണെങ്കിലും അവിടെ ഹ്യൂമൻ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് എന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഈ പ്രഹാറിൽ നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ടെററിസം എന്നുള്ളതിനെ ഒരു റിലീജിയനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കണക്ട് ചെയ്യുന്നില്ല, ഒരു റിലീജിയനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടൈപ്പ് ചെയ്യുന്നില്ല. സോ അവിടെ ഈ പറയുന്ന പോലെ ഏത് രീതിയിൽ ഉണ്ടായ ത്രെറ്റ്സിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, ഹ്യൂമൻ റൈറ്റ്സിന് ഫോക്കസ് കൊടുക്കണം. സോ ഓൾ ആന്റി ടെററിസം ലോസ് മസ്റ്റ് പ്രൊട്ടക്ട് ദ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ലീഗൽ റീഡ്രസൽ ഫ്രം ഡിസ്ട്രിക്ട് കോർട്ട് അപ്സ് ടു സുപ്രീം കോർട്ട് അല്ലേ. ഡിസ്ട്രിക്ട് കോർട്ട് സുപ്രീം കോർട്ട് വരെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് അല്ലെങ്കിൽ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം അല്ലെ. ഏത് ആന്റി ടെററിസം ലോ ആണെങ്കിലും നമുക്കറിയാം ഈ പറയുന്ന പ്രഹാർ വരുന്നുണ്ടെങ്കിൽ പോലും, പ്രഹാർ ഞാൻ പറഞ്ഞ ഒരു പുതിയ നിയമമോ കാര്യങ്ങളോ ഒന്നും അല്ല അല്ലെ, ഇറ്റ്സ് ജസ്റ്റ് എ ന്യൂ പോളിസി. ഇന്ത്യയുടെ പുതിയൊരു ആന്റി ടെററിസം പോളിസിയാണ്. സോ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ UAPA പോലുള്ള ആന്റി ടെററിസം ലോസ് ഉണ്ടല്ലോ, UAPA പോലുള്ള ലോസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ലോസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രഹാറിന്റെ മുന്നോട്ടുള്ള വർക്കുകളും കാര്യങ്ങളെല്ലാം വരുന്നത്. അല്ല പുതിയ നിയമങ്ങളോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്ത് ആന്റി ടെററിസം ലോസ് ആണെങ്കിൽ പോലും അവിടെ ഹ്യൂമൻ റൈറ്റ്സിന് എന്ത് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അറ്റന്യൂവേറ്റിംഗ് ദ കണ്ടീഷൻസ് കൺഡ്യൂസീവ് ടു ടെററിസം അല്ലേ. അത് നമ്മൾ പറഞ്ഞില്ല, ഈ പറയുന്ന പോലെ റേഡിക്കലൈസേഷൻ ഉണ്ടാകുന്നുണ്ട് വലിയ രീതിയിൽ. അത് ഈ വൾനറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ, ഈ ഡീവിയേഷൻസ് ഉണ്ടാകുന്ന ഗ്രൂപ്പ്സിനെയൊക്കെ അല്ലെ, എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റി ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യുക, അവരിലേക്ക് ഒരു ആന്റി നാഷണൽ തോട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൗണ്ടർ തോട്ട് ഇഞ്ചെക്ട് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടി ഈ പല എക്സ്റ്റേണൽ ഫോഴ്സസ്, എസ്പെഷ്യലി ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ വലിയ രീതിയിലുള്ള റാഡിക്കലൈസേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ വൾനറബിൾ ഗ്രൂപ്പ്സിനെ എസ്പെഷ്യലി യൂത്തിനൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുക, അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക. അതിന് ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെയും NGOസിനെയും അതുപോലെ മോഡറേറ്റ് പ്രീച്ചേഴ്സിനെയൊക്കെ എന്ത് ചെയ്യണം, ഇൻവോൾവ് ചെയ്യിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ പുതിയ പോളിസിയുടെ ഒരു ഭാഗമാണ് അല്ലെ. റാഡിക്കലൈസേഷൻ ഇന്ന് മാക്സിമം ഗ്രൂപ്പ്സിനെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, അവരെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, അവെയർ ആക്കുക. അതാണ് അറ്റന്യൂവേറ്റിംഗ് ദ കണ്ടീഷൻസ് കണ്ടക്റ്റീവ് ടു ടെററിസം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് അലൈനിങ് ആൻഡ് ഷേപ്പിംഗ് ഇന്റർനാഷണൽ എഫേർട്സ് അല്ലെ. ഞാൻ പറഞ്ഞില്ല, നാഷണൽ സെക്യൂരിറ്റി എന്നുള്ളതിനല്ല, നമ്മൾ അതിനപ്പുറത്തേക്ക് വി ആർ ഗിവിംഗ് ഫോക്കസ് ടു ഗ്ലോബൽ സെക്യൂരിറ്റി. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്ലോബൽ ലെവലിൽ ഒരു ആന്റി ടെററിസം പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. ത്രൂ മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റീസ്. അത് ഈ പറഞ്ഞ പല രാജ്യങ്ങളിൽ ഈ പറയുന്നതിൽ എന്തുണ്ടാകും, ഈ പറഞ്ഞ ടെററിസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പൊ ഈ പറയുന്ന പോലെ ടെററിസ്റ്റ് ഫണ്ടിങ്ങിനെ ഗ്ലോബൽ ലെവലിൽ എന്ത് ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ എഫേർട്സ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ പരസ്പര സഹകരണം വളരെ പ്രധാനമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ്സിനെ എസ്പെഷ്യലി ഫണ്ടിങ് എന്ത് ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്റർനാഷണൽ ലെവലിൽ എന്ത് ചെയ്യുക, ഈ ആന്റി ടെററിസം ആക്ടിവിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് എന്താണ്, നമ്മുടെ ഈ ഒരു പോളിസിയുടെ ഒരു ഭാഗമാണ് അല്ലെ. ദാറ്റ് ഈസ് അലൈനിങ് ആൻഡ് ഷേപ്പിംഗ് ദ ഇന്റർനാഷണൽ എഫേർട്സ്
സോ ജസ്റ്റ് നാഷണൽ സെക്യൂരിറ്റി എന്നുള്ളതല്ല അല്ലെ, നാഷണൽ സെക്യൂരിറ്റിയും ഗ്ലോബൽ സെക്യൂരിറ്റിയും തമ്മിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രഹാറിന്റെ പ്രധാനപ്പെട്ട ഒരു പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വി ഹാവ് റിക്കവറി ആൻഡ് റിസൈലൻസ് ത്രൂ എ ഹോൾ ഓഫ് സൊസൈറ്റി അപ്രോച്ച്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഈ പറയുന്നതിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും, ഈവൻ ഈ പറഞ്ഞ സെക്യൂരിറ്റി ത്രെറ്റ്സോ കാര്യങ്ങളോ ഉണ്ടായാൽ പോലും അതിൽ നിന്നുള്ള എളുപ്പത്തിലുള്ള ദേ മസ്റ്റ് എൻഷുർ എ റാപ്പിഡ് റിക്കവറി പോസ്റ്റ് ഇൻസിഡന്റ്. ആ ഒരു ഇൻസിഡന്റിന് ശേഷം നമുക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റണം അല്ലെ. സോ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ടെററിസം ആക്ടിവിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ത്രെറ്റിനെ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക എന്നുള്ള പോലെ തന്നെ പ്രധാനമാണ്. നമുക്കറിയാം ഏതുണ്ടായാലും അതിനെന്താ നമുക്ക് ഈ പറഞ്ഞ ട്രോമ അല്ലെങ്കിൽ എന്താണ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനത്തെ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ആ ഒരു എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഒരു റാപ്പിഡ് റിക്കവറി ഉറപ്പുവരുത്തണം എന്നുള്ളത് എന്താണ് ഈ ഒരു പോളിസിയുടെ ഭാഗമാണ്. അതിന് സൊസൈറ്റി ഒന്നായിട്ട് നിൽക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ഏതൊരു സെക്യൂരിറ്റി ത്രെറ്റ് ഇൻസിഡന്റ് ഉണ്ടായാലും പോസ്റ്റ് ദാറ്റ് ഇൻസിഡന്റ് ഒരു റാപ്പിഡ് റിക്കവറി ഉണ്ടാക്കണം അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യണം എന്നുള്ളത് എന്താണ് ഈ ഒരു പോളിസിയുടെ ഭാഗമാണ്. സോ ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ എന്തെന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഫസ്റ്റ് ആന്റി ടെററിസം പോളിസി പ്രഹാർ എന്ന് പറയുന്നത്. വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമുകളിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സോ അതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എക്സാം ബേസിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇതുപോലെ കുറെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ബഡ്ജറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ കുറെ വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിന്റെ നോട്ട്സ് നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ആൻഡ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ബാച്ച്, അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിൽ ഏറ്റവും അധികം ആളുകൾ എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിലവിൽ എക്സാം എഴുതിയിട്ട് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി നമ്മൾ ലേറ്റ് ആവാനായിട്ട് പാടില്ല. ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ മുൻപേ പഠിച്ചു തുടങ്ങിയവരുണ്ട്, നോട്ടിഫിക്കേഷൻ വന്ന് ഉടനെ പഠിച്ചു തുടങ്ങിയവരുണ്ട്. സോ ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. നമ്മൾ സിലബസ് മാക്സിമം ഏർലി നമ്മൾ കവർ ചെയ്യും. ആൻഡ് ബാക്കി ടൈം നമ്മൾ PYQ ബേസ് റിവിഷൻസും അതുപോലെ റെഗുലർ ബേസിലുള്ള മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. സോ നമ്മൾ സിലബസും കവർ ചെയ്യും, പക്കായിട്ട് നമ്മൾ റിവിഷനും കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് വേണ്ട കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സാം ബേസ്ഡ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, മാത്സിനും റീസണിങ്ങിനും ഒക്കെ എക്സാം ബേസ്ഡ് സെക്ഷൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് ആണ് നമുക്ക് വരുന്നത്. എക്സാം വരെയുള്ള ക്ലാസ് നമുക്കിപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു സെക്ഷനിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.